പുതിയ തന്ത്രവുമായി വന്നിരിക്കുക. തൊട്ടപ്പുറത്ത് മണർകാട് പഞ്ചായത്തുണ്ട്. മണർകാട് പഞ്ചായത്തിന്റെ വേറൊരു തന്ത്രമാണ്. ഞാൻ മീനടത്തിനും മണർകാടിനും രൂപ ഒരുപോലെ അനുവദിച്ച 6 മാസക്കാലം ആ പഞ്ചായത്തിന്റെ ഫണ്ട് പിടിച്ചു വെച്ചു. പഞ്ചായത്ത് പറഞ്ഞിട്ടാട്ടോ, സർക്കാർ പിടിച്ചു വെച്ചു. എന്റെ കത്തിന് ഒരു വില കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ എടുത്തപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായി ഇന്നിപ്പം മണർകാട് വലിയ വാർത്ത, ഞങ്ങള് ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളും സ്റ്റണ്ടിന് അടിസ്ഥാനത്തിൽ, അല്ല പ്രവൃത്തി അടിസ്ഥാനത്തിലല്ല. പ്രവൃത്തിയായിരുന്നെങ്കിൽ ഇവർ കാണിക്കണമായിരുന്നു. 5 മാസം കൊണ്ട് വീണെടുത്ത് കൊടുത്ത ഫണ്ട് അവർ AS ആക്കി, ഇപ്പൊ TS പോവാണ്. എന്തുകൊണ്ട് സർക്കാർ മണർകാട് പഞ്ചായത്ത് ഞാൻ കൊടുത്ത ഫണ്ട് പിരിച്ചു വെച്ചു? അപ്പൊ ഇതൊക്കെ ഇലക്ഷന് വേണ്ടിയുള്ള തന്ത്രം മാത്രം. മണർകാട് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാതെ ചാണ്ടിയുമ്മൻ MLA വിവേചനം കാട്ടുന്നുവെന്ന് ഭരണസമിതി. മണർകാട് പഞ്ചായത്തിനോട് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ചാണ്ടിയുമ്മൻ ചെയ്യുന്നതെന്നും ഭരണസമിതി പറയുന്നു. കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ മണർകാട് ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2023 അന്നത്തെ MLA ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഭരണസമിതി നിവേദനം നൽകിയിരുന്നു. കായിക മന്ത്രി അബ്ദുൾ റഹ്മാന് ഉമ്മൻചാണ്ടി കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന ചാണ്ടിയുമ്മൻ MLA ഫണ്ടില്ലെന്ന് പറഞ്ഞ് പദ്ധതിക്ക് തടസ്സം നിൽക്കുകയാണെന്ന് മണർകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC പറഞ്ഞു. എന്നാൽ 50 ലക്ഷം രൂപയ്ക്കടുത്ത് ഫണ്ട് ഇനിയും ബാക്കിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചിലരുടെ പ്രേരണ മൂലം പദ്ധതി MLA തടസ്സപ്പെടുത്തുന്നതാണെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി. മിക്കവാറും പഞ്ചായത്തിൽ ഭരിക്കുന്ന വിവിധ കക്ഷികളുണ്ട്. അത് MLA പാർട്ടി ഭരിക്കുന്നുണ്ട്. അത് ബഹുഭൂരിപക്ഷം മറ്റ് എതിർ കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. പക്ഷേ അവരൊന്നും ഇല്ലാത്ത ഒരു നയം നമ്മളോട് കാണിച്ച എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാന്ന് വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിരിക്കും പുതുപ്പള്ളിയിലൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവാസങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ റവന്യൂ ടവറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ജനങ്ങളെ ഒരു ബുദ്ധിപ്പെടുത്തുന്നത്. അതിന് ഇവിടുത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ചില UDF നേതാക്കന്മാരും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് സംശയമാണ്. അതായത് വെച്ചാൽ നമ്മളൊരു നാടിന്റെ വികസനം അവരും എതിരിക്കുകയാണ്. ഇത് വരുന്നത് വികസനത്തിന് വേണ്ടിയാണ്. നമുക്ക് പ്രത്യേകമായ എന്തോ ഒരു താല്പര്യമില്ല. നമ്മുടെ നാടിന്റെ താല്പര്യമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ പ്രോജക്റ്റ് നടപ്പാക്കാതെ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ CPM-ഉം ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളും ഇലക്ഷൻ സ്റ്റണ്ട് ഇറക്കുകയാണെന്നും ചാണ്ടിയുമ്മൻ MLA പറയുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്.